ശക്തമായ മഴയിൽ കല്ലടയാറ്റിൽ വീണ് 10 കിലോമീറ്ററോളം ഒഴുകിപ്പോയ കൊല്ലം താഴത്തുകുളക്കട സ്വദേശി ശ്യാമള തിരികെ ജീവിതത്തിലേക്ക്. ഇന്നലെയാണ് 61 വയസ്സുള്ള ശ്യാമള വീടിന് സമീപം കല്ലടയാറ്റിൽ വീണത്. അത്ഭുതമടങ്ങി വരവ് കണ്ടുവരാം. സംഭവം നടക്കുന്നത് അവിടെ വെച്ചാണ് സംഭവം. നീന്തൽ അറിയാമോ? അല്ല, വേറെ വല്ല എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? കല്ലടയാറ്റിൽ സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ആറ്റിൻകരയിലെത്തിയ ദീപയും സുമയും കണ്ടത് ഒഴുകി വരുന്ന വയോധികയെ. വള്ളിപ്പടർപ്പിൽ ശരീരം കുടുങ്ങിയതോടെ ശ്യാമള നിലവിളിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്യാമളയെ രക്ഷപ്പെടുത്തി. അവസാനിച്ചെന്ന് കരുതിയ ജീവിതം തിരികെ ലഭിച്ചു. നമ്മുടെ മനസ്സിനകത്തൊരു എന്തായാലും ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, കിട്ടും, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് നല്ല സന്തോഷം. കാരണം വെച്ചാൽ രക്ഷപ്പെടട്ടെ ജീവിതത്തിലോട്ട്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വീട്ടിൽ നിന്നും ശ്യാമളയെ കണ്ടെത്തിയ സ്ഥലം വരെ 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. ചെട്ടിയാരഴുകത്ത് പാലം, ഞാങ്കാവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പാലങ്ങൾ പിന്നിട്ടാണ് ശ്യാമള ഒഴുകിയെത്തിയത്. ചുമയ്ക്കുന്ന പോലെ എന്തോ സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ചത് തൊട്ട് താഴെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാതെ, അമ്മയായിരിക്കും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാൻ അവിടം വരെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ കയറി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വീണ്ടും സൗണ്ട് കേട്ടു. അപ്പം വീണ്ടും അത് എന്തുവാന്ന് പിന്നെയും കേട്ടില്ല. പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിന്നപ്പം വീണ്ടും 5 മിനിറ്റ് ശേഷം വീണ്ടും കഴിഞ്ഞു. അപ്പം ഞാൻ കടവിൽ ഇറങ്ങിച്ചെന്നപ്പം ഇത് അപ്പുറത്തെ സൈഡിൽ വള്ളിയിൽ പിടിച്ച് കിടക്കുകയാണ്, അക്കരക്കരയിൽ. കുത്തൊഴുക്കുള്ള കല്ലടയാറ്റിൽ കനത്ത മഴയിൽ 7 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച ശ്യാമളയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് അത്ഭുതമാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്യാമള. മീഡിയ 1 കൊല്ലം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.